ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് വഴികാട്ടി വർക്ക്ഷീറ്റാണ് 7th സ്റ്റാൻഡേർഡിൻ്റെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ്. COVID-19 ഈസ് വൈഡ് സ്പ്രെഡ് എമോങ് ദ കൺട്രീസ് ഇൻ ദ വേൾഡ്. ദ നെയിംസ് ഓഫ് സം ഓഫ് ദ കൺട്രീസ് ആർ ഗിവൻ ബിലോ. ലൊക്കേറ്റ് ആൻഡ് കളർ ദം ഇൻ ദ വേൾഡ് മാപ്പ്. കുറച്ച് കൺട്രീസിൻ്റെ പേര്, 20 കൺട്രീസിൻ്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രീസ് എവിടെയാണെന്ന് ഈ താഴെ തന്നിട്ടുള്ള വേൾഡ് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ചില കൺട്രീസ് ഞാൻ ഇതിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ചില കൺട്രീസ് നിങ്ങൾക്ക് വേറെ തന്നെ മാപ്പായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 എന്ന് പറഞ്ഞാൽ USA ആണ്, 16 എന്ന് പറഞ്ഞാൽ കാനഡയാണ്, 8 സ്പെയിനാണ്, 9 ഇറാനാണ്, 18 വരുന്നത് റഷ്യയാണ്. പിന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ വേൾഡ് മാപ്പ് അനുസരിച്ചാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഓരോ സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് നോക്കാം. നിങ്ങളുടെ മാപ്പിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പോർഷനാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ കാനഡ വരുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വരുന്നുണ്ട്, കൊളംബിയ വരുന്നുണ്ട്, ബ്രസീൽ വരുന്നുണ്ട്, ചിലി വരുന്നുണ്ട്. ഈ കാണിക്കുന്നത് നടുവിലത്തെ പോർഷനാണ്. റഷ്യ വരുന്നുണ്ട്. ആ റെഡ് ഏരോ കാണിക്കുന്നത്, ആ ഏരോ പോയി നിൽക്കുന്നത് ബ്രിട്ടൻ അല്ലെങ്കിൽ UK, രണ്ടും സെയിം സ്റ്റേറ്റാണ്. പിന്നെ കാണിച്ചിട്ടുള്ളത് ഓറഞ്ച് ഏരോ ഫ്രാൻസ് ആണ്, അതിൻ്റെ തൊട്ട് താഴെ സ്പെയിനാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആ വയലറ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ടർക്കിയാണ്, അതിൻ്റെ തൊട്ട് താഴെ ഈജിപ്താണ്, അതിൻ്റെ സൈഡിൽ ഇറാനാണ് വരുന്നത്. ഏറ്റവും മുകളിൽ റഷ്യ കാണിച്ചിട്ടുണ്ട്, യെല്ലോ ബോക്സിൽ, ഓറഞ്ച് ബോക്സിൽ ഇന്ത്യ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തൊട്ട് മുകളിലായിട്ട്, നമ്മൾ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രിയാണ് അല്ലേ, അപ്പോൾ തൊട്ട് മുകളിലായിട്ട് ചൈന വരുന്നുണ്ട്. ഏറ്റവും താഴെയായിട്ട്, അതായത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ന്യൂസിലാൻഡ് കാണിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പിൽ മുകളിലായിട്ട് ഓസ്ട്രേലിയ കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇന്തോനേഷ്യ കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ കാണിച്ചത് ലെഫ്റ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മാപ്പാണ് കാണിച്ചത്. ഈ ബ്രിട്ടനും UK ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നതാണ്. ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടാണ് ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ മാപ്പാണ് ഇപ്പോൾ നമ്മൾ സോൾവ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ലിസ്റ്റ് ഔട്ട് ദ കൺട്രീസ് മെൻഷൻഡ് എബവ് ഇൻടു 2 ഹെമിസ്ഫിയേഴ്സ്. 2 ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതാണ് 2 ഹെമിസ്ഫിയർ? ഒന്ന് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്, മറ്റേത് സദേൺ ഹെമിസ്ഫിയർ ആണ്. ഓക്കെ, പസഫിക് ഓഷ്യൻ എഴുതിയത് കാണാമല്ലോ, 2 സൈഡിൽ പസഫിക് ഓഷ്യൻ എഴുതിയിട്ടുണ്ട്. ആ പസഫിക് ഓഷ്യൻ്റെ തൊട്ട് താഴെയായിട്ട്, അല്ലെങ്കിൽ ഇക്വേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെന്താണ്? ഭൂമിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ലൈനാണ്. ആ ലൈനിൻ്റെ മുകളിലുള്ള രാജ്യങ്ങളൊക്കെ, അതായത് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, കാനഡ, റഷ്യ, ചൈന, ഇന്ത്യ ഒക്കെ ഏതിലാണ് വരിക? ഒക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരിക. ആ ഇക്വേറ്ററിൻ്റെ താഴെ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെ വരും? ഓസ്ട്രേലിയ, ഇന്തോനേഷ്യയുടെ മുക്കാൽ ഭാഗവും ഏതിൽ തന്നെയാണ്? സദേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ്. ചിലി, അതുപോലെ തന്നെ ഏതാണ്? ന്യൂസിലാൻഡ്, അതൊക്കെ ഏതിലാണ് വരിക? അതൊക്കെ വരുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ് വരിക. അപ്പോൾ കൺട്രീസിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയർ ഒരുവിധം എല്ലാ കൺട്രീസിൻ്റെയും പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലുള്ളത് ഏതൊക്കെയാണ്? കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഈജിപ്ത്, റഷ്യ, സ്പെയിൻ, ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, UK, ഇറാൻ, ടർക്കി, ഫ്രാൻസ്, ഉക്രൈൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അതായത് ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗത്താണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സദേൺ ഹെമിസ്ഫിയറുള്ള കൺട്രീസാണ്. ബ്രസീൽ, ചിലി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇന്തോനേഷ്യ, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 2 ആണ്. റിനൈസൻസിനെ പറ്റിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദി സെൻറ്റർ ഓഫ് നോളജ്, സെൻറ്റർ ഓഫ് സ്കോളേഴ്സ്, ട്രഷർ ഹൗസ് ഓഫ് വാല്യുബിൾ ബുക്സ്, ഗേറ്റ് വേ ഓഫ് ഏഷ്യ ടു യൂറോപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? കോൺസ്റ്റന്റിനോപ്പിളിൽ പല സ്കോളേഴ്സും ലിറ്ററേച്ചേഴ്സും ഒക്കെ ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള റീസൺസ് കൊടുത്തിട്ടുണ്ട്. റിച്ച് ഗ്രീക്കോ റോമൻ കൾച്ചർ, അതുപോലെ തന്നെ അവിടെയുള്ള വെൽത്തി മെർച്ചൻസ്, അതായത് നല്ല പൈസക്കാരായ മെർച്ചൻസൊക്കെ ആർട്സിനെയും ലിറ്ററേച്ചറിനെയും കൾച്ചറിനെയും പ്രൊമോട്ട് ചെയ്യുന്നവരായിരുന്നു. തേർഡ് വൺ എന്താ കൊടുത്തിട്ടുള്ളത്? ട്രേഡേഴ്സും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കലായതും കൾച്ചറലായിട്ടുള്ള പൈതൃകങ്ങൾ, ഹെറിറ്റേജൊക്കെ കാത്തു സൂക്ഷിക്കാൻ തൽപരരായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വെൻ ഡിഡ് ദ ടർക്സ് കോൺകർ കോൺസ്റ്റന്റിനോപ്പിൾ?
ടർക്സ് കോൺസ്റ്റന്റിനോപ്പിളിനെ കോൺക്വർ ചെയ്തത് ഏത് ഇയറിലാണ്? 1453 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺസ്റ്റന്റിനോപ്പിൾ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ? കോൺസ്റ്റന്റിനോപ്പിളിൻ്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? ഇറ്റ് വാസ് എ നോളജ് സെൻറ്റർ. അത് അറിവിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. വേറെ എന്തൊക്കെ കൊടുക്കാം? സെൻറ്റർ ഓഫ് സ്കോളേഴ്സ് അല്ലേ, നല്ല വിദ്വാൻമാരുടെയൊക്കെ ഒരു സെൻറ്റർ ആയിരുന്നു. ട്രഷർ ഹൗസ് ഓഫ് വാല്യുബിൾ ബുക്സ്, നല്ല അറിവിൻ്റെ ഒരു ശേഖരമായിരുന്നു അല്ലേ, നല്ല നല്ല ബുക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഗേറ്റ് വേ ടു യൂറോപ്പ്, യൂറോപ്പിലേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ് വേയുമായിരുന്നു കോൺസ്റ്റന്റിനോപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ദ ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ മൈഗ്രേറ്റ് ടു ഇറ്റലി? എന്തൊക്കെ കൊണ്ടാണ് ആർട്ടിസ്റ്റും റൈറ്റേഴ്സും സ്കോളേഴ്സും ഒക്കെ കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്ന് ഇറ്റലിയിലേക്ക് പലായനം ചെയ്തത്? എന്താണ് ഫാക്ടേഴ്സ് നമുക്ക് കൊടുക്കാം? റിച്ച് ഗ്രീക്കോ റോമൻ കൾച്ചർ. സെക്കൻഡ് വൺ, വെൽത്തി മെർച്ചൻറ്റ്സ് എൻകറേജ് ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. തേർഡ് വൺ, കീൻ ടു പ്രിസർവ് ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്, കീൻ ടു പ്രിസർവ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിട്ട് കൊടുക്കാം? അതിൻ്റെ റീസൺസായി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3 ആണ്. ഡ്യൂറിങ് ദ 19th century Renaissance was at its peak in Kerala. List out the major aspects which paved way to Renaissance in Kerala. Renaissance എന്ന് പറഞ്ഞാൽ എന്താണ്? നവോത്ഥാനം അല്ലേ. 19th സെഞ്ച്വറിയിൽ റിനൈസൻസ് എന്ന് പറഞ്ഞാൽ കേരളയിൽ അതിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു എവേക്കണിങ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്? അൺടച്ചബിലിറ്റി, അവർനാസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നു. പിന്നെന്താണ്? ബാൻ ടു വെയർ അപ്പർ ക്ലോത്ത്സ് ഫോർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓഫ് ലോവർ കാസ്റ്റ്, താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിലുള്ള അന്നത്തെ ആൾക്കാർക്ക് മെയിൽ വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പുതിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, താഴേക്കിടയിലുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരുടെ ഇടയിലും വിദ്യാഭ്യാസം കൂടി വന്നു. പിന്നെന്താണ്? റിലീജിയസ് റിനൈസൻസ്, ആൾക്കാരുടെ ഇടയിൽ റിലീജിയസ് ആയിട്ടും ഒരു ഉണർവ് വന്നു തുടങ്ങി അല്ലേ. റിലീജിയസ് റിനൈസൻസിൽ എന്താ വരുന്നത്? റിലീജിയസ് റിനൈസൻസിൽ വരുന്നത് നമ്മുടെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ്? ഈ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അമ്പലത്തിലേക്ക് കയറാനൊന്നും ഒരു റൈറ്റും ഉണ്ടായിരുന്നില്ല. അതിനെതിരായിട്ട് ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു മനോഭാവത്തിനെയാണ് റിലീജിയസ് റിനൈസൻസിൽ വരുന്നത്. ഫിനാൻഷ്യൽ റിനൈസൻസിൽ വരുന്നത് എന്താ? ഇതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അത്രയൊന്നും പൈസ സ്വരൂപിക്കാനുള്ള ഒരു മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള വലിയ ലീഡേഴ്സൊക്കെ എന്ത് ചെയ്തു? അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ, അതായത് അഗ്രികൾച്ചർ ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലെ കുഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് ഓരോ ജോലി ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കി. അതാണ് ഫിനാൻഷ്യൽ റിനൈസൻസിൽ വരുന്നത്. സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തിത്തുടങ്ങി. അവേക്കനിങ് ആൻഡ് യൂണിഫൈയിങ് ഓഫ് പീപ്പിൾ, എല്ലാവരുടെ ഇടയിലും ഒരു ഉണർവും അതുപോലെ തന്നെ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ കൂട്ടായ്മ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ റിനൈസൻസിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സാണ് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 4 ഇതായിരുന്നു. വി ഹാവ് സീൻ ദാറ്റ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ ഓഫ് ഡിസ്റ്റന്റ് നേഷൻസ് ലെഡ് ടു റിനൈസൻസ്. ഡു യു തിങ്ക് ദാറ്റ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ് ഹാവ് ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ കേരള സൊസൈറ്റി? ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾസ് ആൻഡ് ലിസ്റ്റ് ദം ഡൗൺ. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? ഇപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ പല സ്കൂൾസും സെറ്റപ്പ് ചെയ്തു. മോഡേൺ എഡ്യൂക്കേഷൻ വന്നതോടുകൂടി റിനൈസൻസ് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ റിനൈസൻസ് വരാൻ വേണ്ടി ഇങ്ങനെയുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ, സംസർഗമൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിങ്ങിൽ ജീൻസും പാൻസും ഒക്കെ വന്നത് അല്ലെ. അങ്ങനെ ഏതൊക്കെ കൺട്രീസ് നമ്മളെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അത് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തത് പോർട്ടുഗീസ് സോഷ്യോ കൾച്ചറൽ ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നു? പ്രിൻറ്റിംഗ് പ്രസ്, ക്രിസ്ത്യൻ മിഷണറീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ചവിട്ടു നാടകം. USA ജോബ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. US ബേസ്ഡ് വർക്ക് കൾച്ചറായി നമ്മുടെ ജോബ്സൊക്കെ സാറ്റർഡേ സൺഡേ ഓഫാണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് എടുത്ത് വർക്കിംഗ്, അതൊക്കെ എന്താണ്? അവരുടെ അതായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പിന്നെ എന്താണ് ഫുഡ് ഹാബിറ്റ്സിൽ വന്നിട്ടുള്ളത്? പിസയും ബർഗറും ഒക്കെ അവിടുത്തെ പാശ്ചാത്യ രീതികളാണ്. നെക്സ്റ്റ് വന്നത് അറബ്സ് ആണ്. അറബ്സ് ഡ്രസ്സിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഗൗൺസ്, ബുർക്കാസ്, അബായ, വീൽസ് ഒക്കെ വന്നു. അതൊക്കെ അറബ്സിൻ്റെ ഒരു ഡ്രസ്സിങ് രീതികളാണ്.
നെക്സ്റ്റ് വന്ന് ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ഇൻക്രീസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ, നമ്മളുടെ ജീവിത നിലവാരം ഉയർത്തി. എന്തൊക്കെ ചെയ്തു അതിന് വേണ്ടിയിട്ട്? സെറ്റിംഗ് അപ്പ് ഓഫ് സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ കേരള, കേരളത്തിൽ ഉടനീളം സ്കൂൾസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസും സെറ്റപ്പ് ചെയ്തു. സ്കൂൾസ് എന്തിനാണ് സെറ്റപ്പ് ചെയ്തത്? ബ്രിട്ടീഷുകാർക്ക് അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ആവശ്യമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് വേണം? കുറച്ചെങ്കിലും വിദ്യാഭ്യാസം വേണം. അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? എഴുത്തും വായനയും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്കൂൾസൊക്കെ സെറ്റപ്പ് ചെയ്തത്. ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 5 ആണ്. വി നോ ദാറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബ്രോട്ട് അബൌട്ട് സെവറൽ ചേഞ്ചസ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. സിമിലർലി കമ്പ്യൂട്ടർ ടെക്നോളജി ഹാസ് ബീൻ മേക്കിംഗ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ അവർ സൊസൈറ്റി ടുഡേ. അനലൈസ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടേബിൾ ഗിവൺ ബിലോ. പല ടെക്നോളജീസും പല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് കാരണം പല സെക്ടേഴ്സിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്? അതാണ് 3 കോളമായിട്ട് കൊടുക്കേണ്ടത്. ഫസ്റ്റിൽ ഏത് കൊടുത്തിട്ടുണ്ട്? എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഓൺലൈൻ ലേണിംഗ്. എന്തുകൊണ്ടാണ് ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? ഇൻ്റർനെറ്റ് ആണ് റീസൺ. എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഓൺലൈൻ ലേണിംഗ്, ഓൺലൈൻ എക്സാംസ്, ബോർഡർലെസ് ലേണിംഗ്, നോ ഏജ് ലിമിറ്റ് അല്ലേ? ഒരു ബോർഡറും ഇല്ല, ആർക്ക് വേണമെങ്കിൽ എവിടുത്തെ വേണമെങ്കിൽ കാര്യങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ യാതൊരു ഏജ് ബാരിയറുമില്ല. പഠിക്കണമെന്ന് വിചാരിച്ചാൽ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾക്കത് പഠിച്ചെടുക്കാം. പിന്നെന്താണ്? റോബോട്ട്സ്. ചേഞ്ച് സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇൻ ട്രാവലിലാണ് മാറ്റങ്ങൾ വന്നിരുന്നത്. ചേഞ്ചസ് സീൻ എന്താണ്? ഈസി കമ്മ്യൂണിക്കേഷൻ, എല്ലാവർക്കും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് സർവീസസും അതിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയാം. തേർഡ് വൺ വരുന്നത് ATM കാർഡ്സ് ആണ്. ഏത് സെക്ടറാണ് ചേഞ്ച് ചെയ്തത്? ബാങ്കിങ് സെക്ടറാണ് ചേഞ്ച് ചെയ്തത്. എന്തൊക്കെ ചേഞ്ചസ് കാണുന്നുണ്ട്? ഈസി വിഡ്രോവൽ ഓഫ് ക്യാഷ്, പൈസ നമുക്ക് എളുപ്പം പിൻവലിക്കാം. ഈസി പേയ്മെൻറ്റ് വൈൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. തേർഡ് വൺ വരുന്നത് മൊബൈൽ ബാങ്കിങ് ആണ്. ചേഞ്ച് സെക്ടർ ഏതാണ്? എവ്രിഡേ ലൈഫ്, നമ്മളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു അല്ലേ? ചേഞ്ചസ് സീൻ ഏതൊക്കെയാണ്? ഈസി പേയ്മെൻറ്റ്, അക്കൗണ്ട് ട്രാൻസ്ഫർ ഓഫ് മണി, എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോൺ റീചാർജ് ആയിക്കോട്ടെ, ഡിഷ് റീചാർജ് ആയിക്കോട്ടെ, എല്ലാതും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ മൊബൈലിലൂടെയാണ്. നെക്സ്റ്റ് വരുന്നത് ഓൺലൈൻ ടിക്കറ്റിംഗ് സർവീസസ് ആണ്. ചേഞ്ച് സെക്ടർ ഏതാണ്? ട്രാവൽ സെക്ടറാണ് ചേഞ്ച് ചെയ്തത്. എന്തൊക്കെ ചേഞ്ചസ് കാണുന്നുണ്ട്? ഈസി ടിക്കറ്റ് ബുക്കിംഗ് ഫോർ ബസ്, റെയിൽവേസ് ആൻഡ് എറോപ്ലെയിൻ. ഇവിടെയൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് ക്യൂവിൽ നിൽക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ അറ്റ് അവർ ഫിംഗർ ടിപ്സ്, നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് വേണ്ട എല്ലാ ഇൻഫോർമേഷനും കിട്ടും. എത്ര സീറ്റ്സ് വേക്കൻ്റ് ഉണ്ട്, ഏത് സീറ്റ് നമുക്ക് എടുക്കാം, അതൊക്കെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 6 ആണ്. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ആക്ടിവിറ്റി സോഷ്യലിലുള്ളത്. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ഡിസ്കവറി ഓഫ് സീ റൂട്ട്സ്. ലിസ്റ്റ് ഔട്ട് ദ ന്യൂ സീ റൂട്ട്സ് ഡിസ്കവേർഡ് ആൻഡ് ദ പേഴ്സൺസ് ഹു ലെഡ് ദ എക്സ്പ്ലോറേഷൻ. നമ്മൾ പല ആൾക്കാരും പുതിയ സീ റൂട്ട്സ് ഡിസ്കവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞു അല്ലേ? കൊളംബസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, വാസ്കോഡ ഗാമ, ഫെർഡിനൻഡ് മെഗലൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഓരോ സീ റൂട്ട്സും ഡിസ്കവർ ചെയ്തത് ആരാണ്? അങ്ങനെ ഒരു 5 ആൾക്കാർ ഡിസ്കവർ ചെയ്ത റൂട്ട്സും ആരാണ് ഡിസ്കവർ ചെയ്തത്? ആ ഇൻഫോർമേഷനും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വാസ്കോഡ ഗാമയാണ് എന്ത് ഡിസ്കവർ ചെയ്തത്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, സീ റൂട്ട് ഫ്രം യൂറോപ്പ് ടു അമേരിക്ക ഡിസ്കവർ ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ഇന്ത്യയാണ് തേടിപ്പോയതെങ്കിലും ഏഷ്യയാണ് തേടിപ്പോയതെങ്കിലും അദ്ദേഹം ഡിസ്കവർ ചെയ്തത് അമേരിക്കയാണ്. അതുപോലെ തന്നെ അമേരിക്കോ വെസ്പുക്കി ഡിസ്കവർ ചെയ്തത് എന്താണ്? സ്പെയിനും പോർട്ടുഗലും ഒക്കെ കുറേ യാത്രകൾ നടത്തിയ അവസാനം ആമസോൺ നദിയുടെ മൗത്ത് എവിടെയാണ്, അതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഫെർഡിനൻഡ് മെഗ്ലൻഡ് എന്താണ്? ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഫൈൻഡ് ഹിസ് വേ ത്രൂ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക ആൻഡ് റീച്ച് ദ പെസിഫിക് ഓഷ്യൻ. നോർത്ത് അമേരിക്കയിലൂടെയും സൗത്ത് അമേരിക്കയിലൂടെയും പെസിഫിക് ഓഷ്യനിലേക്ക് എത്തിയ ആദ്യത്തെ വ്യക്തി ഫെർഡിനൻഡ് മെഗ്ലൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർവേ, ഈ റൂട്ട് നെയിം ചെയ്തിട്ടുള്ളത് സ്ട്രേറ്റ് ഓഫ് മെഗലൻ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്